ഈ ചെടിയെക്കുറിച്ച് നിങ്ങൾക്കറിയോ? ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ പേര് കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന 2 പേരുണ്ട്. ഒന്ന് നമ്മൾ നാടൻ ഭാഷയിൽ നമ്മൾ ഇതിനെ അപ്പ എന്ന് പറയും. രണ്ടാമത്തെ ഒരു പേര് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണ്. ഇതിന്റെ ജനിതകമായ നിറവും പിന്നെ അതുമായി ബന്ധപ്പെടാത്ത ഒരു നിറവും ചേർത്തിട്ടാണ് ഇതിൻ്റെ ഒരു പേരിട്ടിട്ടുള്ളത്. ആ പേര് വരാനൊരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. ഇതിന് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണിത്. നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ ഇതിന്റെ ഈ തൂമ്പ് കയ്യിൽ ഉരച്ചിട്ട് ആ മുറിവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു മരുന്നാണ്. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പേ സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ കൂട്ടുകാരുമായിട്ട് ഓടി കളിക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ഒരു സുഹൃത്ത് വീണു, കാലിൽ മുറിവായി. നമ്മുടെ ചെറുപ്പപ്രായം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊങ്ങച്ചം കാണിക്കുന്ന ഒരു സമയമാണല്ലോ. അവനെ സമാധാനിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു, അപ്പോൾ ഒരു മരുന്ന് തരാം എന്ന് പറഞ്ഞിട്ട് ഓടി. അപ്പം ഞാൻ ഓടി ചെന്ന സമയത്ത് കാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചെടി ഇതാണ്. അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇതിന്റെ തൂമ്പ് അടിച്ചു, എന്നിട്ട് കൊണ്ടുവന്നിട്ട് കയ്യിൽ നന്നായിട്ട് ഉരച്ചിട്ട് അവന്റെ മുറിവിൽ വെച്ചു കൊടുത്തു. മുറിവിൽ വെച്ചു കൊടുത്തപ്പോൾ അവന് നന്നായിട്ട് നീറ്റലുണ്ടായി. ആ നീറ്റൽ വന്നോടുകൂടി വീണിട്ട് കരയാത്ത അവന് നീറ്റൽ വന്നോടുകൂടി കരയും ചെയ്തു. അതുപോലെ തന്നെ നല്ല തെറിയും കേട്ടു. തെറി കേട്ടെങ്കിലും ഞാൻ പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ച ഒരു ആവേശത്തിലുമായി. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സാധനം, ഇതിന്റെ പേര് അപ്പയാണ്, ഇതിങ്ങനെ മുറിവിന് വെക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നത്. പിന്നീടാണ് ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊരു പേര് കൂടി ഉണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ എന്താ അങ്ങനെ ഒരു പേര് വരാൻ? രണ്ടും ഇതിന്റെ ജനിതകപരമായിട്ട് ഇതിന്റെ നിറം പച്ചയാണ്. കമ്മ്യൂണിസവും ഇതും തമ്മിൽ ഒരു തരത്തിൽ യോജിക്കില്ല. അപ്പോൾ ഇതെന്താ ഇങ്ങനെ വരാനുള്ള ഒരു കാരണം എന്നതിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോഴാണ് 950 കാലഘട്ടത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസം പ്രചാരത്തിലിരിക്കുന്ന സമയത്ത് അന്നത്തെ നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം വെച്ചിട്ട് മുതലാളിത്ത വ്യവസ്ഥയും അതുപോലെ തന്നെ അടിമത്ത വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ മുതലാളിമാർ പണക്കാരായ ആളുകളൊക്കെ വരുന്ന സമയത്ത് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരെ ബഹുമാനിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അവരെ കാണുമ്പോൾ പിന്നെ മുണ്ടിന്റെ മടുപ്പത്ത് അയച്ചിടുക, ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു രീതി, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ സാഹചര്യം വെച്ചിട്ട് കമ്മ്യൂണിസം ഇവിടെ പ്രചാരത്തിൽ വന്നിട്ടുള്ളത്. കമ്മ്യൂണിസം പെട്ടെന്ന് പടർന്നു എന്നതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, ലോകത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ സർക്കാർ രൂപീകരിക്കപ്പെട്ടത് കേരളത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അത്രയും പെട്ടെന്നാണ് കമ്മ്യൂണിസം കേരളത്തിൽ വ്യാപിച്ചിട്ടുള്ളത്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പെട്ടെന്ന് വ്യാപിച്ചതുപോലെ തന്നെ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വളരും. അതുപോലെ തന്നെ നമ്മുടെ കൃഷിയുടെ സ്ഥലത്തിന്റെ മേലൊക്കെ പെട്ടെന്ന് പടർന്ന് പിടിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ കൃഷി, നമ്മുടെ കാപ്പി, മറ്റുള്ള സാധനത്തിന്റെ മുകളിൽ കൂടിയൊക്കെ പടർന്ന് പിടിച്ച് അതിനൊക്കെ നശിപ്പിക്കും ഈ സാധനം. ഈ ഒരു സാധനം പെട്ടെന്ന് പടർന്ന് പിടിക്കുന്നത് കൊണ്ടാണ് ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ഒരു പേര് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ വ്യാപനം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ പൂവ് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ, പൂ വിരിഞ്ഞ് അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നന്നായി ഉണങ്ങി പിന്നെ അത് കാറ്റിൽ പാറുകയാണ് ചെയ്യുക. കാറ്റിൽ പറന്ന് എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുകയും അടുത്ത ഒരു മഴ പെയ്യുന്നതോടുകൂടി അത് പെട്ടെന്ന് തന്നെ മുളച്ചെടുക്കുകയും ആ പ്രദേശത്തും ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചുണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നല്ല ഒരു ഔഷധമാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ തൂമ്പെടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് ഉരച്ച് എന്നിട്ട് ആ ഒരു മുറിവിൽ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മുറിവ് കരിഞ്ഞുണങ്ങാൻ പറ്റിയ ഒരു മരുന്നാണിത്. അപ്പോൾ ഇത് അറിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അറിയാത്ത ആളുകളിലേക്ക് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാണ്. നന്ദി.